ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് എന്താ ഇപ്പം ഉണ്ടാക്കുക, കറിയും ചോറും ഉപ്പേരിയൊന്നും ഉണ്ടാക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചപ്പോഴാണ് ശരി ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും മുട്ടയും എല്ലാം വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഒരു ഗ്രേവി ഒന്നും ഉണ്ടാക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ മസാല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. റൈസ് ആദ്യം തന്നെ വേവിച്ചിട്ട് ഞാനത് തണുക്കാൻ വേണ്ടി ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാനിൽ ചിക്കനും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് ഫ്രഷ് വെജിറ്റബിൾസ് എല്ലാം ഇടുന്നത് ഫ്രോസൺ ആയിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ച് മുട്ട ഇട്ടതിന് ശേഷം സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കുരുമുളക് പൊടി ഇടുന്നത് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എത്രയാണോ കുരുമുളക് പൊടി വേണ്ടത് അതിടുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ടും കുറച്ചുകൂടെ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സ്പൈസി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ചതും കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഒരു വേറെ ചട്ടിയിൽ ഞാൻ കുട്ടികൾക്ക് കുറച്ച് തലേ ദിവസം ഞാൻ ലെഗ് പീസ് മസാല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് റൈസ് മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയി കേട്ടോ. മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറ്. കാരണം കറി ആയാലും അങ്ങനെയൊന്നും വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സലാഡ് കൂട്ടിയിട്ട് എന്തെങ്കിലും കഴിച്ചോളും. പിന്നെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമായിട്ടൊക്കെ വന്നത്. ഇക്ക വരുമ്പോൾ കുറച്ച് വീട്ടിൽ കഴിഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ കുട്ടിക്ക് ക്ലാസ് കൊണ്ടുപോകാൻ കുറച്ച് സ്നാക്സും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്തൊക്കെയാണെന്ന് എല്ലാം ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലൊക്കെ ആയിട്ട്. നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം പിന്നെ സ്നാക്സ് ഐറ്റംസും ഒക്കെ എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഒരു 8 മണി ആ ഒരു ടൈം ആകുമ്പോൾ ഒന്ന് എന്തെങ്കിലും കളിക്കാൻ വേണ്ടി മോനെ കളിപ്പിക്കാൻ വേണ്ടി താഴെ പോകട്ടോ. കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്നേന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് നേരം ഇന്ന് ഷട്ടിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പക്ഷേ മോൻ സമ്മതിക്കൊന്നുമില്ല. കുറച്ച് നേരം കളിച്ചതിന് ശേഷം അപ്പോൾ ഫൈസി കുറേ ദിവസമായി പറയുന്നുണ്ടായിരുന്നു പിസ്സ വേണം പറയണം. അവനക്ക് ഓരോ ദിവസം ഓരോ ആഗ്രഹമായിരിക്കും കേട്ടോ. ഒരു ദിവസം പറയും ബ്രോസ്റ്റ് കറി, പിന്നെ പിസ്സയാണ്. പൊന്നീച്ച പറയോ ചൂട് നോക്കി കഴിക്കണ്ടേ, കഴിക്ക്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഷോ അങ്ങോട്ടോ ഷോ. എങ്ങനെയുണ്ട് ജോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്നു കേട്ടോ. കുട്ടികളൊക്കെ ഉറങ്ങി. അപ്പോൾ ഞങ്ങളൊരു ഫിലിമൊക്കെ കണ്ട് അങ്ങനെ ഒരു ഡേ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.